അർജുനൻ പാണ്ഡവരിൽ മൂന്നാമത്തെ പുത്രൻ. പാണ്ഡുപത്നിയായിരുന്ന കുന്തിദേവിക്ക് ദേവരാജാവായ ഇന്ദ്രനിൽ നിന്ന് വരപ്രസാദമായി ജനിച്ച പുത്രനാണ് ഇദ്ദേഹം. മഹാഭാരതത്തിൽ അസ്ത്രശസ്ത്ര വിദ്യകളിൽ ഒന്നാമനായും നിപുണനായും ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ശിവനെ തപസ് ചെയ്ത് അർജുനൻ പാശുപതം എന്ന ദിവ്യാസ്ത്രം പാശുപതാസ്ത്രം സമ്പാദിച്ചു. കൃഷ്ണൻ സാരഥിയായി നിന്നുകൊണ്ട് ഇദ്ദേഹം കുരുക്ഷേത്ര യുദ്ധത്തിൽ 14-ാം ദിവസം കൗരവരുടെ 11 അക്ഷൗണിപ്പടയിൽ 7 ഇല്ലാതാക്കി. നരനാരായണന്മാരുടെ അവതാരങ്ങളായിരുന്നു കൃഷ്ണനും അർജുനനും. മനുഷ്യരിൽ അഥവാ നരന്മാരിൽ ശ്രേഷ്ഠൻ അർജുനനായിരുന്നുവെന്ന് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട്. വ്യാസമഹാഭാരതവും ഭാഗവതവും അനുസരിച്ച് പുരാതന മുനികളായ നരനാരായണന്മാർ ദേവകാര്യത്തിനു വേണ്ടി അസുര സംഹാരത്തിനായി മനുഷ്യനായി അവതരിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. പാണ്ഡുരാജാവിന്റെ മകനാണ് അർജുനൻ. ഇത് പ്രശസ്തമായ ചന്ദ്രവംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാഖയാണ്. ഈ വംശം ചന്ദ്രനിൽ നിന്നും ആരംഭിച്ചതിനാൽ ചന്ദ്രവംശം എന്നറിയപ്പെടുന്നു. ഭഗവാൻ കൃഷ്ണനും ചന്ദ്രവംശത്തിലെ മറ്റൊരു ശാഖയിലെ അംഗമായിരുന്നു. പാണ്ഡുവിന് മക്കളില്ലാതെ വിഷമിച്ചപ്പോൾ കുന്തിദേവി പറഞ്ഞ രഹസ്യമനുസരിച്ച് പാണ്ഡു ആജ്ഞാപിച്ചു. അങ്ങനെ പാണ്ഡുവിന്റെ ആജ്ഞയനുസരിച്ച് കുന്തി മന്ത്രസിദ്ധി ഉപയോഗിച്ച് 3 ദേവന്മാരെ ആവാഹിച്ച് കുട്ടികളെ ജനിപ്പിച്ചു. ഇതിൽ 3-ാം പ്രാവശ്യം ആവാഹിക്കപ്പെട്ട ദേവരാജാവായ ഇന്ദ്രന് കുന്തിയിലുണ്ടായ പുത്രനാണ് അർജുനൻ. അതിനാൽ പഞ്ചപാണ്ഡവരിൽ 3-ാമനാണ് അർജുനൻ. വായുദേവനിൽ നിന്നും ഭീമസേനൻ ജനിച്ച ശേഷം അതിമാനുഷനും ശ്രേഷ്ഠനും ലോകപ്രശസ്തനുമായ ഒരു പുത്രൻ തനിക്കുണ്ടാകണമെന്ന് പാണ്ഡുര മഹാരാജാവ് ആഗ്രഹിച്ചു. തുടർന്ന് മുനിഗണങ്ങളുമായി പാണ്ഡു വലിയൊരു കൂടിയാലോചന നടത്തുകയുണ്ടായി. മുനിമാരിൽ നിന്നും കിട്ടിയ അറിവ് പ്രകാരം ദേവാധിപനായ സാക്ഷാൽ ഇന്ദ്രനിൽ നിന്നും ലഭിക്കുന്ന പുത്രൻ മാനുഷ്യരെയും അമാനുഷ്യരെയും ജയിക്കുവാൻ പോന്നതായിരിക്കുമെന്ന് പാണ്ഡു മനസ്സിലാക്കി. തുടർന്ന് മനോവാക്ക് കർമ്മങ്ങളാൽ ആ പുത്രനു വേണ്ടി ഇന്ദ്രപ്രീതിക്കായി തപസ്സിൽ മുഴുകുവാൻ പാണ്ഡു തീരുമാനിച്ചു. കൂടാതെ ധർമ്മപത്നിയായ കുന്തിയോട് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു മംഗളവ്രതം ആചരിക്കുവാനും പാണ്ഡു നിർദ്ദേശിക്കുകയുണ്ടായി. പാണ്ഡു മഹാരാജാവ് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്ത് സമാധിയിൽ പ്രവേശിച്ചു. ദേവരാജാവായ ഇന്ദ്രനെ പ്രീതനാക്കി കൊടും തപസ്സിൽ പാണ്ഡു സൂര്യനെ പോലെ ജ്വലിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം ഇന്ദ്രൻ പ്രത്യക്ഷനായി ഇങ്ങനെ പറഞ്ഞു: ത്രിലോകങ്ങളിൽ പുകഴ്പ്പെടുന്നവനും ശത്രുഹന്താവും പരമധാർമ്മികനും ബന്ധുക്കൾക്ക് ആനന്ദം നൽകുന്നവനുമായ ഒരു പുത്രനെ ഞാൻ അങ്ങയ്ക്ക് തരുന്നതായിരിക്കും. ഇത് കേട്ട് പാണ്ഡു സന്തുഷ്ടനാവുകയും ഇന്ദ്രനെ സ്തുതിക്കുകയും ചെയ്തു. തുടർന്ന് തപസ് മതിയാക്കിയ പാണ്ഡു കുന്തിയോട് ഇന്ദ്രന്റെ വചനങ്ങളെക്കുറിച്ച് പറഞ്ഞു. തുടർന്ന് കുന്തി സന്താനലബ്ധിക്കായി ദുർവാസാവ് മഹർഷി നൽകിയ മന്ത്രത്താൽ ഇന്ദ്രനെ ആവാഹിക്കുന്നു. മന്ത്രപ്രഭാവത്താൽ ദേവാധിപൻ പ്രത്യക്ഷനായി കുന്തിയിൽ പുത്രോത്പാദനം ചെയ്തു. അങ്ങനെ അർജുനൻ പിറന്നു. അർജുനകുമാരൻ ജനിച്ചപ്പോൾ ആകാശത്തെ ഭേദിക്കുമാർ മുഴങ്ങിക്കൊണ്ട് വലിയൊരു അശരീരി സ്പഷ്ടമായി കേട്ടു: അല്ലയോ കുന്തി, നിന്റെ ഈ പുത്രൻ കാർത്തിവീരാർജുനന് തുല്യനും ശിവതുല്യ പരാക്രമിയുമായിരിക്കും. അജയ്യനായ ഇന്ദ്രൻ അതിഥിക്ക് വേണ്ടി എന്നതുപോലെ നിന്റെ പേര് ഇവൻ പ്രസിദ്ധമാക്കും. അതിഥിക്ക് വിഷ്ണു എന്നതുപോലെ നിനക്ക് ഇവൻ ആഹ്ലാദം വർദ്ധിപ്പിക്കും. ഇവന്റെ ബാഹുബലത്താൽ കാണ്ഡവവനം ഭക്ഷിച്ച് അഗ്നിദേവൻ സർവഭൂതങ്ങളുടെയും മേധസ്സുകൊണ്ട് തൃപ്തനാകും. ജാമദഗ്നായ പരശുരാമന് തുല്യനായ ഇവൻ വിഷ്ണു സമാനനായ അതിസാഹസികനാകുന്നതാണ്. സർവദിവ്യാസ്ത്രങ്ങളും നേടുന്ന ഇവൻ ക്ഷയിച്ചുപോയ എല്ലാ ഐശ്വര്യങ്ങളെയും തിരികെ നേടിയെടുക്കും. ഈ അശരീരി കേട്ടിട്ട് മുനിമാരെല്ലാം സന്തോഷിച്ചു. ആകാശത്തിൽ ഇന്ദ്രാദികളായ ദേവന്മാർ പേരിവാദ്യങ്ങൾ മുഴക്കി സന്തോഷം പങ്കിട്ടു.
സർവ്വദേവന്മാരും മുനിമാരും അർജുനന്റെ മേൽ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് അവരുടെ ആനന്ദം പ്രകടമാക്കി അനുഗ്രഹിച്ചു. അവരിൽ കാദ്രവേയർ, അതായത് നാഗങ്ങൾ, പക്ഷീന്ദ്രന്മാർ, അപ്സരസുകൾ, ഗന്ധർവന്മാർ, സപ്തർഷികൾ, പ്രജാപതികൾ, ഭരദ്വാജൻ, കശ്യപൻ, ഗൗതമൻ, വിശ്വാമിത്രൻ, ജമദഗ്നി, വസിഷ്ഠൻ, അത്രി, മരിചി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ദക്ഷൻ തുടങ്ങിയ എല്ലാവരും സന്നിഹിതരായിരുന്നു. ദിവ്യാഭരണങ്ങൾ അണിഞ്ഞു വന്ന അപ്സരസുകൾ അർജുനു ചുറ്റും നൃത്തം ചെയ്തു. ഉർവശി, രംഭ, തിലോത്തമ തുടങ്ങിയവർ മധുരങ്ങളായ ഗാനങ്ങൾ ആലപിച്ചു. ഇതുകൂടാതെ 12 ആദിത്യന്മാരും കാർക്കോടകൻ, തക്ഷകൻ തുടങ്ങി മഹാക്രോധികളായ നാഗങ്ങളും എണ്ണിക്കൂടാത്ത അസംഖ്യം ദേവന്മാരും അവിടെ എത്തിച്ചേർന്നു. എല്ലാവരും അർജുനെ ദർശിച്ച് സന്തുഷ്ടരായി. ഇതെല്ലാം ദർശിച്ച് മുനിമാരും പാണ്ഡുവും അത്ഭുതപ്പെട്ടു. ഇതിനെക്കുറിച്ചൊക്കെ വ്യാസമഹാഭാരതത്തിൽ വളരെയധികം വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ കൗരവ ഗുരുവായ കൃപരുടെ കീഴിലാണ് അർജുനൻ ആയുധാഭ്യാസം തുടങ്ങിയത്. അസ്ത്രശസ്ത്ര വിദ്യകളിൽ നിപുണനായ ദ്രോണർ പിന്നീട് അർജുനന്റെ ഗുരുവായി പഠനത്തിനിടെ നടക്കുന്ന ഒരു പരീക്ഷയിൽ മുതലയുടെ ആക്രമണത്തിൽ നിന്നും ദ്രോണരെ രക്ഷിച്ച അർജുനൻ ഗുരുവിന്റെ വത്സല ശിഷ്യനായി. അർജുനന്റെ ഗുരുത്വവും അസ്ത്രവിദ്യയിലുള്ള താല്പര്യവും കണ്ട് പ്രസന്നനായ ദ്രോണാചാര്യർ ഇദ്ദേഹത്തിന് മറ്റാർക്കും ലഭിക്കാത്തതും തനിക്ക് അഗസ്ത്യനിൽ നിന്ന് ലഭിച്ചതുമായ ബ്രഹ്മശിരസ് എന്ന ദിവ്യാസ്ത്രം പ്രദാനം ചെയ്യുകയുണ്ടായി. ഗുരുദക്ഷിണയായി ദ്രോണാചാര്യരുടെ ശത്രുവായ ദ്രുപദ മഹാരാജാവിനെ അർജുനൻ കീഴ്പ്പെടുത്തി ദ്രോണർക്ക് സമർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ പാഞ്ചാല രാജ്യത്തെ 2 പകുത്ത് ദക്ഷിണ പാഞ്ചാലത്തിന്റെ അധിപതിയായി മാറുവാൻ ദ്രോണരെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ നിഷാദ രാജാവിന്റെ പുത്രനായ ഏകലവ്യൻ ദ്രോണരുടെ അടുക്കലെത്തി തന്റെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. നിഷാദനായതിനാൽ ദ്രോണര് മറ്റുള്ളവരെ അഭിപ്രായം കണക്കിലെടുത്ത് ഏകലവ്യനെ സ്വീകരിച്ചില്ല. പക്ഷേ അവൻ ദ്രോണനെ ഭക്തിപൂർവ്വം വണങ്ങി പാദങ്ങളിൽ നമസ്കരിച്ച് തിരികെ പോന്നു. വനത്തിൽ ചെന്ന് ഗുരുവായ ദ്രോണരുടെ രൂപം മണ്ണിൽ തീർത്ത് സാങ്കല്പികമായ ആചാര്യ സാന്നിധ്യത്തിൽ അസ്ത്രപ്രയോഗം നിഷ്ഠാപൂർവം അഭ്യസിച്ചു. അസ്ത്രങ്ങൾ നിർമ്മിതമായിരുന്നു. എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള മൂർച്ചയുള്ള ഒരുതരം പുല്ലാണ്. പരമശ്രദ്ധയോടും യോഗത്തോടും സ്വയം അഭ്യാസനം നടത്തി ഏകലവ്യൻ മറ്റുള്ള കുമാരന്മാർക്ക് അറിവില്ലാത്ത ചില കഴിവുകൾ നേടി. ഒരിക്കൽ കൗരവ പാണ്ഡവന്മാർ രഥങ്ങളിൽ നായാട്ടിനായി കാട്ടിലേക്ക് പോയി. അവരുടെ കൂടെ ഉണ്ടായിരുന്ന വേട്ട നായ അലയുമ്പോൾ അസ്ത്രാഭ്യാസം ചെയ്യുന്ന ഏകലവ്യന്റെ അടുക്കിലെത്തി. നായ കുരച്ചുകൊണ്ട് അടുത്തെത്തുമ്പോൾ ഏകലവ്യൻ അതിന്റെ അമിതമായ കൈവഴക്കത്തോടെ വേഗതയിൽ 7 അസ്ത്രങ്ങൾ നായയുടെ വായിലേക്ക് എയ്ത് കയറ്റി. നായ നിലവിളിച്ചുകൊണ്ട് കുമാരന്മാരുടെ അടുക്കിലെത്തി. അവരെല്ലാം ആ അസ്ത്ര നൈപുണ്യം കണ്ട് അത്ഭുതപ്പെട്ടു. കൈവേഗം, ശബ്ദഭേദത്വം തുടങ്ങിയ വൈദഗ്ധ്യത്തോടെയുള്ള ആ അസ്ത്രപ്രയോഗം കണ്ട് കുമാരന്മാർ ലജ്ജിച്ചു. കാട്ടിൽ വസിക്കുന്ന ആ അസ്ത്ര വിശാരദനെ അവർ അന്വേഷിച്ചു കണ്ടെത്തി. വിവരങ്ങൾ ചോദിച്ചപ്പോൾ ഏകലവ്യൻ ഇങ്ങനെ പറഞ്ഞു: ഞാൻ നിഷാദ രാജാവായ ഹിരണ്യധനുസിന്റെ മകനും ദ്രോണാചാര്യരുടെ ശിഷ്യനുമാണ്. ഈ വിവരം ദ്രോണരും അർജുനനും അറിഞ്ഞു. അർജുനൻ ഇക്കാര്യം ദ്രോണരെ അറിയിച്ചു. അദ്ദേഹം അർജുനെയും കൂട്ടി ഏകലവ്യന്റെ സമീപം എത്തി. തുടർന്ന് ഏകലവ്യനോട് ഇങ്ങനെ ദ്രോണർ ആവശ്യപ്പെട്ടു: എന്റെ ശിഷ്യനെന്ന് നീ അവകാശപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഗുരു ദക്ഷിണ എവിടെ? എനിക്ക് ഗുരുദക്ഷിണ തരിക. എന്താണ് അങ്ങയ്ക്ക് വേണ്ടത്? മഹാനായ ഏകലവ്യൻ തിരക്കി. നിന്റെ വലത് കൈയിലെ തള്ളവിരലാണ് ഗുരുദക്ഷിണയായി എനിക്ക് വേണ്ടത്, ദ്രോണർ പറഞ്ഞു. ക്രൂരമായ ഈ വാക്കുകൾ കേട്ട ഏകലവ്യൻ സന്തോഷത്തോടെ അത് നൽകുവാൻ തയ്യാറായി. അദ്ദേഹം മൂർച്ചയേറിയ ഒരു ആയുധത്താൽ വലത് കൈയിലെ തള്ളവിരൽ മുറിച്ചെടുത്ത് ദ്രോണർക്ക് നൽകി. അന്ന് മുതൽ അദ്ദേഹം അർജുനേക്കാളും താണ നിലയിലുള്ള വില്ലാളിയായി മാറി.
അർജുനന് തുല്യമായി മറ്റാരും ഉണ്ടാകില്ലെന്ന ദ്രോണരുടെ വാക്കുകൾ അങ്ങനെ അദ്ദേഹം പാലിക്കുകയാണ്. അർജുനൻ എങ്ങനെയാണ് പാശുപതാസ്ത്രം നേടിയത്? അതായത് പാണ്ഡവരുടെ വനവാസകാലത്ത് അർജുനൻ യുധിഷ്ഠിരനിൽ നിന്നും മന്ത്രം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അസ്ത്ര സമ്പാദനത്തിനായി വനത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ വച്ച് അദ്ദേഹം ഇന്ദ്രനെ ദർശിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഭഗവാൻ പരമശിവനെ പ്രത്യക്ഷനാക്കുവാൻ ഉദ്ദേശിച്ചു ഘോരമായ തപസ്സിൽ മുഴുകുകയും ചെയ്തു. അർജുനന്റെ തപസ്സിൽ പ്രീതനായ ഭഗവാൻ പരമശിവൻ ഒരു കിരാതന്റെ രൂപത്തിൽ വനത്തിലെത്തിച്ചേരുകയും അർജുനനെ പരീക്ഷിച്ച് അദ്ദേഹത്തിന്റെ വീര്യം ബോധ്യപ്പെട്ട ശേഷം പാശുപതാസ്ത്രം നൽകുകയും ചെയ്തു. തുടർന്ന് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: അർജുന, ഇന്ദ്രൻ, യമൻ, വരുണൻ, കുബേരൻ, വായു തുടങ്ങിയ ഒരു ദേവന്മാർക്കും ഈ അസ്ത്രം സിദ്ധിച്ചിട്ടില്ലെന്നറിയുക. പ്രപഞ്ചത്തിലെ ത്രിലോകങ്ങളിലെ സർവ ചരാചരങ്ങളും പാശുപതമേറ്റാൽ ഭസ്മമായി പോകും. വാക്ക്, നോട്ടം, മനസ്, വില്ല് എന്നിവയാൽ പാശുപതം പ്രയോഗിക്കാവുന്നതാണ്. തുടർന്ന് ആ അസ്ത്രത്തിന്റെ പ്രയോഗ ഉപസംഹാര വിധികളും മന്ത്രങ്ങളുമെല്ലാം അർജുനന് ഉപദേശിച്ചിട്ട് ശിവൻ അപ്രത്യക്ഷമായി. ശിവനിൽ നിന്നും മഹത്തായ അസ്ത്രം അർജുനൻ നേടിയതറിഞ്ഞ് അത്ഭുത സ്തബ്ധരായ ദേവന്മാർ അർജുനനിൽ വളരെയധികം പ്രീതരായിത്തീരുകയും അവരെല്ലാം അവരവരുടെ അസ്ത്രങ്ങൾ അർജുനന് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ശിവനിൽ നിന്നും പാശുപതാസ്ത്രം നേടിയെങ്കിലും അർജുനൻ അത് ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിക്കാതിരിക്കാൻ അർജുനൻ തീരുമാനിക്കുന്നതിന് കാരണം വ്യാസമുനി പറയുന്നത് ഇങ്ങനെയാണ്: തന്നേക്കാൾ മുകളിലുള്ള യോദ്ധാവ് മുൻപിൽ വന്നാലോ അതിശക്തമായി ഏതെങ്കിലും ദിവ്യാസ്ത്രം തടുക്കാനോ മാത്രമേ അത് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അത്തരം സന്ദർഭം ഉണ്ടാകാത്തതുകൊണ്ട് അർജുനൻ അത് ഉപയോഗിക്കേണ്ടി വന്നില്ല. യുദ്ധത്തിന് മുൻപ് തന്റെ വീര്യം യുധിഷ്ഠിരനോട് അർജുനൻ വർണ്ണിക്കുന്നത് ഈ പാശുപതാസ്ത്രത്തെക്കുറിച്ച് വളരെ വിശേഷമായിട്ടാണ്. അതായത് ദേവന്മാരുൾപ്പെടെയുള്ള 3 ലോകവും സകല ചരാചരങ്ങളെയും ഭൂതം, ഭവ്യം, ഭവിഷ്യത്തും ഒരു നിമിഷം കൊണ്ട് എനിക്ക് മുടിപ്പിക്കുവാൻ സാധിക്കും. അതിന് തക്കതായ ഘോരമായ അസ്ത്രം പശുപതിയായ ശിവൻ നൽകിയത് എന്റെ കൈവശമുണ്ട്. കൈലാസ യുദ്ധത്തിൽ എനിക്ക് ലഭിച്ചതാണത്. യുഗാന്തത്തിൽ പശുപതിയായ ശിവൻ സർവഭൂതങ്ങളെയും സംഹരിക്കാനാണ് ആ അസ്ത്രം ഉപയോഗിക്കുന്നത്. അതെന്റെ കൈവശമുണ്ട്. കൂടാതെ ദിവ്യാസ്ത്രം സാധാരണക്കാരായ പ്രജകളിൽ പ്രയോഗിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ആ അസ്ത്രം താൻ ഉപയോഗിക്കുകയില്ലെന്നും അർജുനൻ പറയുന്നു. അപ്പോ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനായി ശിവൻ യുഗാന്തത്തിൽ ഉപയോഗിക്കുന്ന അസ്ത്രമാണ് പാശുപതം. ദേവന്മാരുൾപ്പെടെയുള്ള ത്രിലോകവും വെറും ഒറ്റ നിമിഷം കൊണ്ട് ആ അസ്ത്രം നശിപ്പിച്ചു കളയും. ദേവന്മാരിൽ പെടുന്നതാണല്ലോ ദേവേന്ദ്രനും മറ്റുമൊക്കെ. അപ്പോൾ അവരും അർജുനൻ പാശുപതം പ്രയോഗിച്ചാൽ ചത്തൊടുങ്ങും. സർവചരാചരങ്ങളും നശിച്ച് പ്രളയം വരും. അപ്പോൾ ലോകക്ഷേമത്തെ മുൻനിർത്തിയാകണം അർജുനൻ ജീവിതത്തിൽ ഒരിക്കലും മാരകമായ അസ്ത്രം ഉപയോഗിക്കാതെയിരുന്നു. അർജുനന്റെ ഭാര്യമാര്, അതായത് പാഞ്ചാല രാജ്യത്തെ രാജകുമാരിയായിരുന്ന ദ്രൗപദി, പിന്നെ കൃഷ്ണന്റെ സഹോദരിയായി സുഭദ്ര, നാഗരാജകുമാരിയായിരുന്ന ഉലൂപി, മണലൂർ രാജകുമാരിയായിരുന്ന ചിത്രാംഗത എന്നിവർ അർജുനന് ഭാര്യമാരായി ഉണ്ടായിരുന്നു. അവരിലൊക്കെ അതായത് ഓരോ ആൺമക്കളൊക്കെ ജനിച്ചിട്ടുണ്ട് അർജുനന്. സുഭദ്രയിൽ പിറന്നത് മോൻ അർജുനൻ. ഏതാണ്? അഭിമന്യു. ഈ അഭിമന്യുവാണ് ഇവരിലെല്ലാവരും ശ്രദ്ധേയനായിട്ടുള്ളത്. പിന്നെ പാഞ്ചാലിയിൽ ശ്രുതകർമ്മ എന്ന മോൻ, ഉലൂപിയിൽ ഇരാവാൻ, ചിത്രാംഗതയിൽ ബഭ്രുവാഹനൻ എന്നിവരാണ് അദ്ദേഹത്തിന്റെ മക്കൾ. അർജുനന്റെ ഏറ്റവും വലിയ മിത്രം കൃഷ്ണനാണ്. കുട്ടിക്കാലത്ത് തുടങ്ങിയ ആ ബന്ധം മഹാഭാരത യുദ്ധത്തിലും തുടർന്നു. മിത്രം എന്നതിലുപരി അർജുനന്റെ വഴികാട്ടിയും കൃഷ്ണനായിരുന്നു. മഹാഭാരത യുദ്ധത്തിൽ പല നിർണായക സന്ദർഭങ്ങളിലും അർജുനന്റെ സഹായത്തിനെത്തിയതും കൃഷ്ണൻ തന്നെയാണ്. ഗുരുക്കന്മാർക്കും ഉറ്റവർക്കും ഉടയവർക്കുമെതിരെ ആയുധമെടുക്കാനാകാതെ വിഷമിച്ചു നിന്ന അർജുനനെ യുദ്ധോത്സുകനാക്കാൻ കൃഷ്ണൻ ഉപദേശിച്ച സന്ദേശങ്ങൾ അത് എത്രയോ പ്രസിദ്ധമായ ഭഗവത്ഗീത. ദുര്യോധനന്റെ സ്നേഹിതനും അതിരഥന്റെ വളർത്തുമകനുമായ കർണൻ
കുന്തിയുടെ മൂത്ത പുത്രനായതിനാൽ അർജുനന്റെ ജ്യേഷ്ഠനുമാണ്. ദ്രോണാചാര്യരുടെ കുരകുലത്തിൽ കർണനും പാർത്ഥനും ഒരുമിച്ച് വിദ്യ പഠിച്ചിരുന്നു. ധനുർവേദം പഠിക്കുവാൻ അർജുനൻ എല്ലാവരേക്കാളും മുൻപിലായിരുന്നു. ഒരു ദിവസം ജലക്രീഡ സമയത്ത് ദ്രോണാചാര്യരുടെ കാലിൽ മുതല ആക്രമിച്ചു. അത് കണ്ട അർജുനൻ 3 അസ്ത്രങ്ങളാൽ മുതലയെ വധിച്ചു. പ്രിയ ശിഷ്യൻ തന്നെ രക്ഷിച്ച സന്തോഷത്തിൽ ആശ്ലേഷത്തിന് ശേഷം ധനുർവേദ ധർമ്മം ഉയർത്തിപ്പിടിക്കുന്നത് അർജുനായിരിക്കും എന്ന് വ്യക്തമായ തീരുമാനത്തിൽ ബ്രഹ്മശിര എന്ന അതിശക്തമായ ദിവ്യാസ്ത്രം അർജുനൻ ഉപദേശിച്ചു. അർജുനനോട് കടുത്ത അസൂയുള്ള കർണൻ ഗുരുവായ ദ്രോണരോട് തന്നേക്കാൾ 12 വയസ്സ് മൂപ്പുറവുള്ള ബാലനായ അർജുനനോട് മത്സരിക്കാൻ തനിക്ക് രഹസ്യമായി ബ്രഹ്മാസ്ത്രം തരണമെന്ന് ആവശ്യപ്പെട്ടു. ധനുർവേദ നിയമം പാലിക്കും എന്ന് ഉറപ്പുള്ളവനും യോഗബലസിദ്ധിയുള്ളവനും മാത്രമേ ഞാൻ ഉപദേശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ദ്രോണർ കർണന് നൽകിയില്ല. കർണന്റെ മനസ്സിലെ ദുരുദ്ദേശം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഇത് കേട്ട കർണൻ ദിവ്യാസ്ത്രങ്ങൾ ആർജിക്കാൻ പരശുരാമന്റെ സമീപത്തേക്ക് അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ താവഴിയിൽപ്പെട്ട ബ്രാഹ്മണൻ ആണെന്നുള്ള വ്യാജേന ശിഷ്യത്വം സ്വീകരിച്ചു. മഹാഭാരതത്തിലെ മികച്ച യോദ്ധാവും ധർമ്മിഷ്ഠനുമായിരുന്ന അർജുനനെ ദ്രോണാചാര്യർ സ്വന്തം പുത്രനെ പോലെ കരുതിയിരുന്നു. സകല അസ്ത്രങ്ങളും അദ്ദേഹം അർജുനന് പകർന്നു നൽകി. ദേവന്മാരും കൃഷ്ണനും എപ്പോഴും അർജുനന്റെ രക്ഷയിൽ ജാഗരൂകരായിരുന്നു. ശ്രീകൃഷ്ണന്റെ ഉത്തമ ഭക്തനായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ ആജ്ഞകൾ എന്തും ശിരസ വഹിക്കുവാൻ സന്നദ്ധനായിരുന്നു. കഠിനമായ തപസ്സിലൂടെ ശിവനിൽ നിന്നും പാശുപതാസ്ത്രം നേടിയവനും ജ്യേഷ്ഠനായ യുധിഷ്ഠിരന്റെ ശ്രേയസിനു വേണ്ടി ഘോര യജ്ഞം നടത്തിയവനുമായ അർജുനൻ തികച്ചും ധാർമ്മികനും ഭാഗ്യവാനുമാണ്. ഋഷികൾക്കും ദേവന്മാർക്കും ബ്രാഹ്മണർക്കും പ്രിയങ്കരനായ അർജുനൻ എന്നുമെന്നും ധർമ്മത്തിന്റെ രക്ഷയ്ക്കായി നിലകൊണ്ടു. ധർമ്മത്തിന്റെ അവതാരമായ യുധിഷ്ഠിരനു വേണ്ടി പല സാഹസകൃത്യങ്ങളും ചെയ്തു. ബന്ധുക്കളെ വധിക്കുന്നതിൽ കഠിന ദുഃഖിതനും യുദ്ധവിമുഖനുമായി തീർന്ന അർജുനനെ യുദ്ധത്തിന് ഉത്തമനാക്കുവാനായി ഭഗവാൻ കൃഷ്ണൻ നൽകിയ ഉപദേശങ്ങളാണ് ഭഗവത്ഗീത. ശ്രീകൃഷ്ണനിൽ നിന്നും ഇദ്ദേഹത്തിന് ജ്ഞാനോപദേശവും ദേവന്മാർക്ക് പോലും ദുർലഭവുമായ വിശ്വരൂപ ദർശനവും ലഭിച്ചിട്ടുണ്ട്. മഹാഭയങ്കരമായ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 17ാമത്തെ ദിവസം ഉച്ചയോടെ അർജുനൻ കർണപുത്രനായ വൃക്ഷസേനനെ അദ്ദേഹത്തിന്റെ കൺമുൻപിലിട്ട് വധിക്കുന്നു. ഇത് കണ്ട് കരളുരുകിയ കർണൻ അർജുനനോട് തന്റെ അന്തിമ യുദ്ധം പ്രഖ്യാപിച്ചു. ആ സമയം പ്രകൃതിയിൽ ചില ദുർനിമിത്തങ്ങൾ കാണപ്പെട്ടു. പ്രകൃതിയിലെ ശക്തികൾ തന്നെ രണ്ടായി പിരിഞ്ഞു. ഒരു വിഭാഗം അർജുനെയും മറുവിഭാഗം കർണനെയും പിന്താങ്ങി. വിഷ്ണുവും ബ്രഹ്മാവും ശിവനും ഇന്ദ്രനും ദേവന്മാരും ഋഷിമാരും ബ്രാഹ്മണരും ക്ഷത്രിയരും ഭൂമിയും ഗോക്കളും പാലുള്ള വൃക്ഷങ്ങളും സോമനും പഞ്ചഭൂതങ്ങളിൽ ഭൂമി അഗ്നി വായു ജലം എന്നീ 4 ഭൂതങ്ങളും ജഗ് യജുര് സാമവേദങ്ങളും ത്രിസന്ധികളും ഉത്തമ നാഗങ്ങളും അർജുനപക്ഷം സ്വീകരിച്ചു. സൂര്യദേവനും 12 ആദിത്യന്മാരും അസുരന്മാരും പഞ്ചഭൂതങ്ങളിൽ ആകാശവും നക്ഷത്രങ്ങളും മുള്ളുള്ള ശമീവൃക്ഷങ്ങളും ഭൂതപ്രേത പിശാചുക്കളും കുറുനരി സിംഹം തുടങ്ങിയ മാംസപുക്കുകൾ വേദങ്ങളിൽ 4ാം വേദമായ അഥർവവും ജാതികളിൽ ക്ഷത്രിയർക്ക് തൊട്ടു താഴെയുള്ള വൈശ്യ ശൂദ്ര കീഴാള ജാതിക്കാരും മ്ലേച്ഛരും അർദ്ധരാത്രിയും നീചസർപ്പങ്ങളും കർണനോട് ചേർന്നു നിന്നു. ആദ്യമായി അർജുനൻ ഗാണ്ഡീവവും കൈകളും തുടച്ച് കർണന് നേരെ നാരാജം, നാളീകം, വരാഹകർണം, അർദ്ധചന്ദ്രം, ക്ഷുരപ്രം, അഞ്ജലികം തുടങ്ങിയ അസ്ത്രങ്ങൾ അയച്ചു. കർണൻ ഈ അസ്ത്രങ്ങളെയൊക്കെ അടക്കിയപ്പോൾ അർജുനൻ ആഗ്നേയാസ്ത്രം പ്രയോഗിക്കുന്നു. ഈ ആഗ്നേയാസ്ത്രത്തിന് നേരെ കർണൻ വരുണാസ്ത്രം പ്രയോഗിച്ച് തീ അണച്ചു. തുടർന്ന് വായവ്യാസ്ത്രത്താൽ കർണൻ സൃഷ്ടിച്ച മേഘജാലങ്ങളെ തകർത്ത അർജുനൻ മഹേന്ദ്രാസ്ത്രം പ്രയോഗിച്ചു. ശത്രുനിരയെ കൂട്ടക്കൊല ചെയ്തു. കർണൻ അർജുനനെ അസ്ത്രങ്ങളെയെല്ലാം തടുത്ത് ഭാർഗവാസ്ത്രത്തിന്റെ ശക്തിയാൽ എതിർപക്ഷത്ത് വലുതായ നാശനഷ്ടങ്ങൾ വരുത്തി അർജുനനെ സംരക്ഷിച്ചു നിന്നിരുന്ന സോമകന്മാരെല്ലാം ചത്തൊടുങ്ങി. ആ സമയത്ത് കൗരവ സൈന്യം
കർണൻ ജയിച്ചു, കർണൻ ജയിച്ചു എന്ന് ആർത്തു വിളിക്കുവാൻ തുടങ്ങി. കർണന്റെ വിജയം കണ്ടു ഭീമസേനൻ കോപത്തോടെ അർജുനനോട് പറഞ്ഞു, നിന്റെ മുന്നിലിട്ട് സോമകരെ കർണൻ കൊന്നത് കണ്ടില്ലേ? ഇനി മടിക്കരുത്, അവനെ വധിക്കുക. തുടർന്ന് കൃഷ്ണനും ഇതുപോലെ തന്നെ അർജുനെ ഉപദേശിച്ചു. ഇത് കേട്ടുണർന്ന അർജുനൻ അനേകം ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു കൗരവസേനയെ ക്ഷോഭിപ്പിച്ചു. കർണന്റെ സൈന്യം ഓടാൻ തുടങ്ങി. കർണന്റെ രഥം തകർന്നു പൊളിയുന്നു. ദേഹമാസകലം മുറിവേറ്റെങ്കിലും ഭയങ്കരമായ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് കർണൻ അർജുനന്റെ അസ്ത്രങ്ങളെ തടയുകയും പാണ്ഡവ സൈന്യത്തെയും പരവശമാക്കുകയും ചെയ്തു. അർജുനനും വിട്ടുകൊടുത്തില്ല. കർണനെ വീണ്ടും ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു. ഇത്തരത്തിൽ തുല്യ നിലയിൽ യുദ്ധം പുരോഗമിച്ചുകൊണ്ടിരുന്നു. യുദ്ധത്തിലെ ഒരു ഘട്ടത്തിൽ അർജുനനോളം ഉയരുവാൻ സാധിക്കാതെ വന്നപ്പോൾ കർണൻ അർജുനെ കൊല്ലുവാനായി ഒറ്റയ്ക്കുള്ള അസ്ത്രങ്ങളിൽ ഭയാനകമായ ഉരഗാസ്യ എന്ന സർപ്പമുഖ ബാണം കയ്യിലെടുത്തു. ആ അസ്ത്രത്തിൽ നാഗാസ്ത്ര മന്ത്രം ജപിച്ചപ്പോൾ അർജുനന്റെ പൂർവശത്രുവായ അശ്വസേന നാഗമാണ് പ്രകടമായത്. ഖാണ്ഡവദാഹത്തിൽ തന്റെ മാതാവിനെ വധിച്ച അർജുനനോട് അശ്വസേനന് തീരാത്ത പകയുണ്ടായിരുന്നു. കർണന്റെ അസ്ത്രത്തോടൊപ്പം നാഗവും അർജുനന്റെ കഴുത്തറക്കുവാനായി പാഞ്ഞു കയറി. നാഗാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ദിക്കൊക്കെയും ശോഭിച്ചു. വാനത്തിൽ കൊള്ളിമീൻ പോലെ എരിഞ്ഞുകൊണ്ട് കർണന്റെ നാഗാസ്ത്രം മുന്നേറി. അസ്ത്രത്തിന്റെ തീഷ്ണത കണ്ട് അർജുന, നീ മരിച്ചു കഴിഞ്ഞു എന്ന് കർണൻ വെമ്പലോടെ പറഞ്ഞുപോയി. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ സംയോജിതമായി പ്രവർത്തിച്ച് ഭയാനകമായ നാഗാസ്ത്രം വരുന്നത് കണ്ട് ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ തേർത്തട്ടിൽ 4 അങ്കുലം ചവിട്ടിത്താഴ്ത്തിക്കളഞ്ഞു. കുതിരകൾ മുട്ടുകുത്തുകയും പാഞ്ഞു വന്ന നാഗാസ്ത്രം അർജുനന്റെ കിരീടത്തെ തകർത്തുകൊണ്ട് കടന്നു പോവുകയും ചെയ്തു. ദേവേന്ദ്രൻ അണിയിച്ച ആ കിരീടത്തിന്റെ മഹത്വത്താലാണ് അർജുനന് കിരീടി എന്ന പേരുണ്ടായത്. ദിവ്യാസ്ത്രങ്ങൾക്ക് പോലും അപ്രതിരോധ്യമായ ആ കിരീടത്തെ കർണന്റെ സർപ്പമുഖ ബാണം തകർത്തു കളഞ്ഞു. കിരീടം കത്തിക്കരിഞ്ഞു പൊടിയായി നിലം പതിച്ചു. അതിനുശേഷം അശ്വസേന നാഗം കിരീടം വീണ സ്ഥാനത്ത് നിന്നും ഉയർന്നു വന്നു കർണനോട് തന്നെ വീണ്ടും ഒരസ്ത്രത്തോടൊപ്പം അയക്കുവാനും കർണന് വേണ്ടി താൻ അർജുനെ വധിക്കുമെന്നും അറിയിച്ചു. എന്നാൽ കർണൻ അത് സ്വീകരിക്കുകയുണ്ടായില്ല. തുടർന്ന് അർജുനെ വധിക്കുവാനായി സ്വയം അസ്ത്രരൂപമെടുത്ത് കുതിച്ചു പാഞ്ഞ നാഗത്തെ കൃഷ്ണൻ അർജുനന് കാണിച്ചു കൊടുക്കുകയും 6 മഹാ അസ്ത്രങ്ങളാൽ അർജുനൻ ആ നാഗത്തെ കഷ്ണങ്ങളായി നുറുക്കുകയും ചെയ്തു. കർണൻ അയച്ച നാഗാസ്ത്രം ഒഴിവാക്കാൻ കൃഷ്ണൻ രഥം താഴ്ത്തിയതോടെ അർജുനന്റെ തേര് ഊരി പാകം ചെരിഞ്ഞ അവസ്ഥയിൽ ആയിരുന്നു. എന്നിട്ടും അർജുനൻ കുലുങ്ങാതെ യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ അർജുനൻ കർണന്റെ കിരീടവും പടച്ചട്ടയും തകർത്തു. കർണനെ വധിക്കാൻ അർജുനൻ ഘോരമായ രൗദ്രാസ്ത്രം ആവാഹിച്ചു. അയക്കാൻ തുടങ്ങിയപ്പോൾ കർണന്റെ രഥം ഭൂമിയിൽ താഴ്ന്നു. പണ്ട് കിട്ടിയ ബ്രാഹ്മണ ശാപത്താൽ കർണന്റെ തേരിനെ ഇടത്തെ ചക്രം ഭൂമിയിൽ താണുപോയി. തേര് ഇളകുകയുണ്ടായില്ല. കൂടാതെ പരശുരാമന്റെ ശാപത്താൽ ബ്രഹ്മാസ്ത്രം വേണ്ടവിധം തോന്നുകയില്ല. കർണനാകപ്പാടെ പരിഭ്രമിച്ച് നടുങ്ങിപ്പോയി. തന്റെ വധകാലം അടുത്തെന്നോർത്തു അദ്ദേഹം. സഹിക്കാനാകാതെ ധർമ്മത്തെ അധിക്ഷേപിച്ച് തുടർന്ന് അർജുനന്റെ അസ്ത്രങ്ങൾ ഏറ്റുകൊണ്ട് തേരിൽ നിന്നും ചാടിയിറങ്ങിയ കർണൻ തന്റെ 2 കൈകൾ കൊണ്ടും രഥചക്രത്തെ പിടിച്ചു പൊക്കി നോക്കി. ഫലമുണ്ടായില്ല. രഥചക്രം അണുമാത്രം പോലും ഇളകിയില്ല. ആ തന്ത്രപ്പാടിൽ കർണൻ ദിവ്യമായ തന്റെ രഥചക്രങ്ങളെ വലിക്കവേ ഭൂമണ്ഡലത്താകെ 4 അങ്കുലം വലിച്ചുയർത്തിക്കളഞ്ഞു. എന്നിട്ടും രഥചക്രം ഇളകിയില്ല. തുടർന്ന് അയാൾ കൃഷ്ണനും അർജുനനും നേരെ അസ്ത്രവർഷം ചെയ്തു തുടങ്ങി. വീണ്ടും കർണൻ പൂർവാധികം ശക്തിയോടെ യുദ്ധം തുടർന്നു. പിന്നീട് നടന്ന സംഭവങ്ങളെ വ്യാസമുനി വർണ്ണിക്കുന്നത് വളരെ വിശേഷമായിട്ടാണ്. ഉത്തമ അസ്ത്രങ്ങളിൽ അതായത് അർജുനോട് ഉത്തമമായി ഏതെങ്കിലും അസ്ത്രം എടുത്ത് പ്രയോഗിക്കാൻ കൃഷ്ണൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഉത്തമ അസ്ത്രങ്ങളിൽ ഏതെങ്കിലും കൊണ്ട് കർണനെ വധിക്കുവാൻ. അത് കേട്ട് അർജുനൻ ഭയാനകമായി രൗദ്രാസ്ത്രം ജപിച്ചു വിടാൻ തുടങ്ങവേ കർണന്റെ തേർചക്രം വീണ്ടും ഒന്നുകൂടി താണുപോയി. അത് കണ്ട് അർജുനൻ ആ അസ്ത്രം കർണന് നേരെ
പ്രയോഗിച്ചില്ല. തുടർന്ന് കലങ്ങിയ കണ്ണുകളോടെ കർണൻ അർജുനനോട് താൻ തേർചക്രം ഉയർത്തുന്നതുവരെ തന്റെ മേൽ ബാണം പ്രയോഗിക്കരുതെന്നും ധർമ്മത്തെ ഓർത്ത് അർജുനൻ കുറച്ച് ക്ഷമിക്കണമെന്നും കെഞ്ചി. എന്നാൽ കൃഷ്ണൻ അതിന് ചുട്ട മറുപടി കൊടുത്തു. ധർമ്മത്തെക്കുറിച്ച് പറയാൻ കർണൻ എന്തവകാശം? കൃഷ്ണയെ സഭയിലിഷ്ടു വസ്ത്രാക്ഷേപം ചെയ്തപ്പോഴും ശകുനിയോടൊപ്പം ചതിച്ചൂത് നടത്തിയപ്പോഴും കർണന്റെ ധർമ്മം എവിടെ പോയിരുന്നു? 13 വർഷം കഴിഞ്ഞു പാണ്ഡവർ തിരികെ വന്നപ്പോൾ അവർക്കുള്ള രാജ്യം കൊടുക്കാൻ നീ വിസമ്മതിച്ചില്ലേ? അന്നൊക്കെ നിന്റെ ധർമ്മം എവിടെ പോയിരുന്നു? അപ്പോഴൊന്നുമില്ലാത്ത ധർമ്മത്തിനു വേണ്ടി ഇപ്പോഴെന്തിനാണ് വ്യർത്ഥമായി പുലമ്പുന്നത്? എന്തായാലും നിന്നെ വിടുകയില്ല, കൃഷ്ണൻ പറഞ്ഞു. കർണൻ അത് കേട്ട് ലജ്ജിച്ച് തല കുനിച്ച് നിന്നുപോയി. തുടർന്ന് ലജ്ജിതനായ കർണൻ വീണ്ടും യുദ്ധം ആരംഭിച്ചു. അർജുനന്റെ വായവ്യസ്ത്രം കർണന് തടുക്കാൻ സാധിച്ചില്ല. തീഷ്ണമായ ഒരസ്ത്രത്താൽ അദ്ദേഹം കർണന്റെ ആനച്ചങ്ങല ചിഹ്നത്തോട് കൂടിയ ധ്വജത്തെ അറുത്തു വീഴ്ത്തി. അതോടെ കർണന്റെ യശസ് തീർന്നു. കർണവധം ഉറപ്പാക്കാനായി അർജുന യമദണ്ഡം പോലെ ഭയങ്കരവും വജ്രം പോലെ ശോഭിക്കുന്നതുമായ നാരായണാസ്ത്രം പോലെ ഭയങ്കരവുമായ ആഞ്ജലികം എന്ന അസ്ത്രത്തെ വില്ലിൽ ചേർത്തു. അപ്പോൾ മഹർഷിമാരും ദേവന്മാരും ലോകത്തിന് സ്വസ്തി സ്വസ്തി എന്ന് ആശംസിച്ചു. ഞാൻ ചെയ്ത തപസ്സിന് ഫലമുണ്ടെങ്കിൽ, ഗുരുപ്രസാദം എന്നിനുണ്ടെങ്കിൽ ഞാൻ പൂജിക്കുന്ന ഈ ശരം കർണനെ വധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ അസ്ത്രം പ്രയോഗിച്ചു. ആ അസ്ത്രം കർണന്റെ ശിരസ് അറുത്തു വീഴ്ത്തി. മരിച്ചു വീണ കർണന്റെ ശിരസിൽ നിന്നും തീഷ്ണമായ ഒരു തേജസ് ഉയർന്നു. സൂര്യദേവനിൽ പോയി ലയിക്കുന്നത് സകലരും അത്ഭുതത്തോടെ കണ്ടുനിന്നു. വിരാട യുദ്ധം, അതായത് പാണ്ഡവന്മാര് വിരാട രാജധാനിയിൽ അജ്ഞാതവാസം നടത്തിക്കൊണ്ടിരുന്ന കാലം. ആ സമയത്ത് അവിടെ പ്രധാന സേനാധിപനായിരുന്ന കീചകനെ വേഷപ്രച്ഛന്നനായി ഭീമസേനൻ വധിക്കുകയുണ്ടായി. വിരാട രാജാവ് കീചകന്റെ ബലത്താൽ പലപ്പോഴും തിരകേർത്ഥത്തിലെ രാജാവായ സുശർമാവിനെ ആക്രമിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സേനാപതിയായ കീചകൻ കൊല്ലപ്പെട്ടു. ദുർബലനായിരിക്കുന്ന വിരാടനെ ആക്രമിക്കാനും അദ്ദേഹത്തിന്റെ ഗോശാലയിൽ നടന്നു കയറി ഗോക്കളെ അപഹരിക്കാനും ത്രിഗർത്തന് ആഗ്രഹം തോന്നി. അദ്ദേഹം ഈ ആഗ്രഹം ചക്രവർത്തിയായ ദുര്യോധനെ അറിയിക്കുകയും ദുര്യോധനും കർണനും മറ്റ് കൗരവരും അത് അംഗീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഭീഷ്മരും ദ്രോണരും കർണനും ശല്യരുമൊക്കെ അടങ്ങിയ തന്റെ മഹാസൈന്യത്തെ ദുര്യോധനൻ ഒരുക്കി നിർത്തുകയും സുശർമാവിനോട് വിരാടത്തെ ആക്രമിക്കുവാൻ അനുവാദം കൊടുക്കുകയും ചെയ്തു. ആദ്യമായി തന്റെ സൈന്യത്തെ രണ്ടായി പകുത്ത് ഒരു ഭാഗം സുശർമാവിന് സഹായത്തിനായി കൂടെ അയക്കുകയും ഭീഷ്മരും ദ്രോണരും കർണനും മറ്റു വില്ലാളി വീരന്മാരുമൊക്കെ അടങ്ങിയ മഹാസൈന്യത്തെ തന്റെ മേൽനോട്ടത്തിലാക്കി സുശർമാവിനെ അനുഗമിച്ചുകൊണ്ട് ദുര്യോധനനും വിരാടത്തേക്ക് പടയോട്ടം നടത്തി. ആദ്യമായി സുശർമാവാണ് വിരാടത്തെ ആക്രമിച്ചത്. വിരാട രാജാവുമായി സുശർമാവ് നടത്തിയ യുദ്ധത്തിൽ വിരാടനെ തോൽപ്പിച്ചു. ബന്ധനസ്ഥനാക്കിയെങ്കിലും വേഷപ്രച്ഛന്നരായ പഞ്ചപാണ്ഡവർ ഉടനെ തന്നെ വിരാടനെ സഹായത്തിനെത്തുകയും സുശർമാവിനെ തോൽപ്പിച്ച് ബന്ധിച്ച് വിരാടന്റെ കാൽക്കൽ ഇടുകയും ചെയ്തു. തുടർന്ന് വിരാടൻ വലിയൊരു ജയാഘോഷം നടത്തി. ആ സമയത്താണ് മന്ത്രിമാരും ഭീഷ്മ ദ്രോണ കർണാദികളടങ്ങിയ മഹാസേനയുമായി ദുര്യോധനന്റെ വരവ്. വന്ന പാടെ അവരെല്ലാം വിരാടന്റെ ഗോശാലകളെ നശിപ്പിക്കുകയും ഗോക്കളെ അപഹരിക്കുകയും ചെയ്തു. ഗോരക്ഷകർ കരഞ്ഞുകൊണ്ട് രാജധാനിയിൽ പോയി വിവരമറിയിച്ചു. ആ സമയത്ത് വിരാടന്റെ ഇളയ സന്തതിയായ ഉത്തര രാജകുമാരനാണ് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം പരാതി കേൾക്കുകയും ഉടനെ തന്നെ പോയി കൗരവരെ തോൽപ്പിച്ച് ഗോക്കളെയെല്ലാം വീണ്ടെടുക്കുമെന്ന് സ്ത്രീ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ജനങ്ങളെല്ലാം ഉത്തരന്റെ ധീരതയെ പ്രശംസിച്ചു. തുടർന്ന് തനിക്ക് അനുയോജ്യമായ ഒരു സാരഥിയില്ലെന്നും അതുണ്ടായിരുന്നെങ്കിൽ താൻ നിഷ്പ്രയാസം യുദ്ധം ജയിക്കുമെന്നും ഉത്തരൻ വീമ്പിളക്കി. ആ സമയത്ത് വേഷപ്രച്ഛനയായി സൈരന്ധ്രി എന്ന ദ്രൗപദി ഉത്തരനോട് ബൃഹന്തള മുൻപ് അർജുനന്റെ സാരഥിയായിരുന്നെന്നും അദ്ദേഹത്തിന്റെ സാരഥ്യത്തിൽ അർജുനൻ ധാരാളം യുദ്ധങ്ങൾ ജയിച്ചിട്ടുണ്ടെന്നും ഉത്തരനോട് പറഞ്ഞു. ബൃഹന്തള വാസ്തവത്തിൽ അർജുനന്റെ പ്രച്ഛന്ന രൂപമായിരുന്നു. ഭീഷ്മദ്രോണാദികളും കർണ അശ്വത്ഥാത്മാക്കളും അടങ്ങിയ മഹാസൈന്യത്തെ ജയിക്കുവാൻ അർജുനന് മാത്രമേ സാധിക്കൂ എന്നും ദ്രൗപദിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. ഇത് കേട്ട ഉത്തരൻ ബൃഹന്തളയെ തേരാളിയാക്കി യുദ്ധത്തിന്
പുറപ്പെട്ടു. യുദ്ധക്കളത്തിലെത്തിയ ഉത്തരൻ കണ്ടത് ഘോരമായ കൗരവ സൈന്യത്തെയാണ്. ആ സൈന്യത്തെ കണ്ട് ഭയന്നുപോയ യുവാവ് പേടിച്ചോടുവാൻ തുടങ്ങി. അപ്പോൾ ബൃഹന്തല ഉത്തരന്റെ പിറകെ ഓടി ആ കുമാരനെ പിടിച്ച് തേരിലിട്ടിട്ട് താൻ അർജുനാണെന്നും ഭയങ്കരമായ ഈ സേനയെ താൻ ഉത്തരനു വേണ്ടി ജയിക്കാമെന്നും ഉറപ്പുകൊടുത്തു. അതിനുശേഷം പാണ്ഡവർ ആരൊക്കെയാണെന്നും എങ്ങനെയാണ് അവരെല്ലാം വിരാടന്റെ രാജധാനിയിൽ ഒളിവിൽ താമസിക്കുന്നതെന്നും അർജുനൻ ഉത്തരനെ ബോധ്യപ്പെടുത്തി. തുടർന്ന് തന്റെ വിശ്വവിഖ്യാതമായ 10 പേരുകളും അർജുനൻ ഉത്തരന് ചൊല്ലിക്കൊടുത്തു. അർജുനനെ നേരിട്ട് കണ്ട ഉത്തരന് വലിയ അത്ഭുതവും ഭക്തിയും ഉണ്ടായി. അദ്ദേഹം അർജുനന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയും എന്തെങ്കിലും അപരാധം താനോ തന്റെ പിതാവോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണമെന്നും അറിയിച്ചു. അർജുനൻ ഉത്തരനെ ആശ്വസിപ്പിച്ചു. തുടർന്ന് അടുത്തുള്ള ഒരു ശമീക വൃക്ഷത്തിൽ ഒളിച്ചു വെച്ചിരുന്ന പാണ്ഡവരുടെ ആയുധഭാണ്ഡം ഉത്തരനെ കൊണ്ട് തന്നെ താഴെ ഇറക്കുകയും അതിൽ നിന്നും ഗാണ്ഡീവ ചാപവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും വാനരധ്വജവും വേദദത്തവും എന്ന ശംഖും എടുത്തുകൊണ്ട് അർജുനൻ പോർക്കളത്തിലെത്തി. തുടർന്ന് ഉത്തരനെ തേരാളിയാക്കി നടത്തിയ ഘോരയുദ്ധത്തിൽ കൗരവസേനയെ നിശേഷം അർജുനൻ തോൽപ്പിച്ചോടിച്ചു. ഭീഷ്മരും കർണനും ദ്രോണരും അശ്വത്ഥാമാവുമൊക്കെ സംയുക്തമായി എതിർത്തിട്ടും ഫലമുണ്ടായില്ല. കൗരവപക്ഷത്തുള്ള എല്ലാ മഹാരഥികളും ഏകനായി പൊരുതിയ അർജുനനോട് പരാജയപ്പെട്ടു. ഭീഷ്മരും ദ്രോണരും കർണനും ഒക്കെ പരാജയപ്പെട്ടു, പിന്മാറി. അർജുനൻ തന്റെ വിക്രമത്താൽ കുരുക്കളെ മുഴുവനും പരാജിതരാക്കിയ ശേഷം സമ്മോഹനാസ്ത്രത്തിന്റെ പ്രയോഗത്താൽ കൗരവരെ ഒന്നടങ്കം മോഹിപ്പിച്ച് വീഴ്ത്തുകയും ചെയ്തു. തുടർന്ന് കൗരവസേന അപഹരിച്ച ഗോക്കളെ സ്വതന്ത്രരാക്കുകയും മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന കൗരവ യോദ്ധാക്കളുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചെടുത്ത് തേരിൽ വയ്ക്കുകയും ചെയ്തു. ധർമ്മിഷ്ഠനായ അർജുനൻ മോഹാലസ്യപ്പെട്ട് കിടന്നിരുന്ന ആരെയും വധിക്കുകയുണ്ടായില്ല. വസ്ത്രങ്ങൾ കൈവശപ്പെടുത്തിയത് താൻ പുത്രിക്ക് തുല്യ സ്നേഹിച്ചിരുന്ന ഉത്തര രാജകുമാരിക്ക് വേണ്ടിയായിരുന്നു. ഇത്തരത്തിൽ കൗരവരെ ജയിച്ച് ഗോക്കളെ വീണ്ടെടുത്ത് അർജുനനും ഉത്തരനും പഴയ പോലെ വേഷം മാറി അസ്ത്രശസ്ത്രങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് തേരോടിച്ച് വിരാടത്തിലേക്ക് യാത്രയായിപ്പോയി. ഇനി നമുക്ക് യുദ്ധശേഷം ദുര്യോധനെ വീഴ്ത്തിയിട്ട് വിജയം ഘോഷിക്കുവാനായി കുരുരാജാവിന്റെ ശിബിരത്തിനകത്ത് കടന്ന പാണ്ഡവർ, അവർക്ക് എന്ത് സംഭവിച്ചു നോക്കാം. തേരിൽ നിന്നിറങ്ങി അപ്പോൾ നിത്യവും പാണ്ഡവരുടെ ഹിതകാംക്ഷിയായ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു, ഹേ അർജുന, ഗാണ്ഡീവവും അക്ഷയമായ ആവനാഴിയും ഇറക്കുക. പിന്നെ ഞാനും ഇറങ്ങുന്നതാണ്, നീയും ഇറങ്ങുക. അതാണ് ശ്രേയസ്കരം. കൃഷ്ണൻ പറഞ്ഞതുപോലെ അർജുനൻ പ്രവർത്തിച്ചു. പിന്നീട് കൃഷ്ണൻ കുതിരകളുടെ കടിഞ്ഞാണ് വിട്ടു ഗാണ്ഡീവിയുടെ തേരിൽ നിന്നും ഇറങ്ങി കൃഷ്ണൻ എന്നിട്ട് പറഞ്ഞു, ഈ രഥം ശത്രുക്കൾ അയച്ച അനേകം ദിവ്യാസ്ത്രങ്ങളേറ്റ് നേരത്തെ കത്തിക്കരിഞ്ഞു പോയിരിക്കുന്നു. ഞാൻ ഇരുന്നതുകൊണ്ടും അതിന്റെ ആവശ്യം കഴിഞ്ഞതുകൊണ്ടുമാണ് അത് തകർന്നു തരിപ്പണമാകാതിരുന്നത്. ഞാനത് ഉപേക്ഷിച്ചപ്പോൾ അത് കരിഞ്ഞ് ചാമ്പലായി. ധർമ്മപുത്രനെ അഭിമാനത്തോടെ തഴുകിക്കൊണ്ട് ഭഗവാൻ തുടർന്നു പറഞ്ഞു, ഉപപ്ലാവ്യത്തില് വച്ച് അങ്ങ് എന്നോട് അപേക്ഷിച്ച മാതിരി ഞാൻ നിങ്ങളെയൊക്കെ രക്ഷിച്ചിരിക്കുന്നു. തുടർന്ന് യുധിഷ്ഠിരൻ രോമാഞ്ചത്തോടെ പറഞ്ഞു, ദ്രോണരും കർണനും അയച്ച ബ്രഹ്മാസ്ത്രം കൃഷ്ണനല്ലാതെ ആർക്കും തടുക്കുവാൻ സാധിക്കുകയില്ല. സംശപ്തകപ്പടയെ ജയിച്ചതും മറ്റാരുടെയും കഴിവുകൊണ്ടല്ല. ഭാരതയുദ്ധത്തില് അർജുനൻ പിന്തിരിയാതിരുന്നതും ജനാർദ്ദന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതുപോലെ അങ്ങയുടെ മഹത്വങ്ങൾ ഞാൻ പലതും ഓർക്കുന്നു. കർമ്മങ്ങളുടെ ഫലവും തേജസ്സിന്റെ ഗതിയും ശുഭം തന്നെയാണ്. വ്യാസമുനി ഉപ്ലാവ്യത്തിൽ വെച്ച് ധർമ്മം എവിടെയുണ്ടോ അവിടെ കൃഷ്ണനുണ്ട്, കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെ ജയവുമുണ്ട് എന്ന് എന്നോട് പറഞ്ഞിരുന്നു.